ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കിമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി. ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് എവിടെയെല്ലാമാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്, ലാർജ് ഫണ്ട്സിൻ്റെ ഓപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഓൺഗോയിങ് സെഷനാണ്. അതിനകത്ത് നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് തീർക്കാമെന്ന് നോക്കാം. എനിവേ, നമുക്ക് ഇന്ന് കുറേ അധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അതിനകത്ത് നിന്ന് ഒരു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു ട്രേഡ് പ്ലാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. അപ്പോൾ നമുക്കിവിടെ ആദ്യം തൊട്ടുള്ള വീഡിയോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലർ വീഡിയോസ് ഉണ്ട്. ഓൾഡസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് വീഡിയോ തൊട്ട് താഴോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു ഡിസിപ്ലിൻഡ് വേയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള 197 വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കമൻസ് ഒക്കെ വായിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എല്ലാവർക്കും ഇത് ഒത്തിരിയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കമൻസുകളൊക്കെ എഴുതുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻസുകളൊക്കെ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മളുടെ ലെക്ചർ സീരീസിലേക്ക് കടക്കാം. സോ നമ്മളിവിടെ ലിക്വിഡിറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ലിക്വിഡിറ്റി ഇവിടെ വരുമ്പോൾ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, നമ്മളൊരു എൻട്രി നമ്മൾ എൻട്രിയിലേക്ക് വരുന്നു. പക്ഷേ നമ്മൾ മാർക്കറ്റ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ആ സമയത്ത് നമ്മളിവിടെ വരുമ്പോൾ നമ്മളൊരു എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തതിന് ശേഷം വാട്ട് ഹാപ്പൻസ്, നമ്മളുടെ എൻട്രി ഏരിയ കവർ ചെയ്തതിന് ശേഷം ഒരു ബിഗ് മൂവ് നടത്തുന്നു. ഇതാണ് യൂഷ്വലി നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സെനാരിയോ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്. മാർക്കറ്റ് ഒരു ബിഗ് മൂവ് നടത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മളുടെ ഓർഡേഴ്സ് ട്രിഗർ ചെയ്തതിന് ശേഷം മാർക്കറ്റ് മേളിലേക്ക് ഒരു സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഡയറക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന മാർക്കറ്റിൻ്റെ അതേ കാര്യങ്ങൾ എല്ലാം മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ വാട്ട് ഹാപ്പൻഡ്, നമ്മളുടെ ഓർഡേഴ്സ് ട്രിഗർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് ഹെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡിലേക്കുള്ള മാർക്കറ്റിൻ്റെ ഇനീഷ്യൽ മൂവ്മെൻറ്റ് ബിഗ് മൂവ്മെൻറ്റ് വരുന്നതിന് മുന്നേ തന്നെ എന്തുകൊണ്ടാണ് ആ ലിക്വിഡിറ്റി പൂൾസ് ആക്ടിവേറ്റ് ചെയ്ത് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്, അതിൽ നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടുപോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതാണ് ഇനി ഞാൻ പറയുന്നതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ബിക്കോസ് ഈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഈ ലാർജ് ഫണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് പ്രൈസ് അഗ്രസീവ്ലി ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ, അങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുന്നതിന് മുന്നേ വാട്ട് വിൽ ദേ ബി ഡൂയിങ്, അവരെന്തായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് ദേ വിൽ എൻജിനീയർ ലിക്വിഡിറ്റി ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ മാർക്കറ്റ് പർപ്പസ്ഫുള്ളി. ഇറ്റ് ഈസ് ഡൺ വിത്ത് എ പർപ്പസ് because it is their intention, it is their bias or it is their footprint. സോ സ്മാർട്ട് മണിയുടെ ഫുട്പ്രിൻറ്റ് ഓർ ഇൻറ്റൻഷൻ, അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ദേ വിൽ എൻജിനീയർ ലിക്വിഡിറ്റി ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, ബിക്കോസ് ലാർജ് ഫണ്ട് എന്ന് പറയുന്നത്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ബിക്കോസ് ദേ ഹാവ് ലാർജ് മണി അല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരിയധികം ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. ദേ ആർ ദ ലീഡിങ് പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരെ കൊണ്ട് മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്താണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്? നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഏരിയയ്ക്കാണ് നമ്മൾ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് പ്ലേസ് നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത്? 1 ബൈ ഓർഡർ ഈസ് ഈക്വൽ ടു 1 സെൽ ഓർഡർ എന്നുള്ളതാണ് അല്ലേ. 1 ബൈ ഓർഡർ ഈസ് ഈക്വൽ ടു 1 സെൽ ഓർഡർ. ഒരു ബൈ ഓർഡർ ഉണ്ടെങ്കിൽ ആ ബൈ ഓർഡർ മാച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സെൽ ഓർഡർ വെച്ച് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ട്രേഡ് നടക്കുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. സോ എവരി 1 ബൈ ഓർഡർ ദർ ഷുഡ് ബി 1 സെൽ ഓർഡർ ഓൺ ദി അതർ സൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് സ്മാർട്ട് മണി, അല്ലെങ്കിൽ നമ്മൾ ഈ സ്മാർട്ട് മണി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലാർജ് ഫണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്മാർട്ട് മണി എന്ന് പറയുന്നത്. ബിക്കോസ് റീറ്റെയിലേഴ്സ് മണി എന്ന് പറയുന്നത് ഡംപ് മണിയാണ്.
സ്മാർട്ട് മണി എന്ന് പറയുന്നത് അവരാണ് മാർക്കറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിനെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്നത്. സോ ഈ ലാർജ് ഫണ്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 50,000 ആണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 50,000-ൽ നിന്നും 55,000-ലേക്ക് ഈ ബാങ്ക് നിഫ്റ്റി കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ദെയർ ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? സോ അങ്ങനെ നമുക്ക് ഓർഡർ ഫില്ല് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ അവിടെ നടക്കണമെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ദെയർ ഓർഡേഴ്സ് ഹാസ് ടു ബി മാച്ച്ഡ് വിത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് സെൽ ഓർഡേഴ്സ്, അല്ലേ? ബൈ ഓർഡർ ഉള്ളപ്പം ഈ ബൈ ഓർഡറിനെ മാച്ച് ചെയ്തിട്ട് ഈക്വൽ സെൽ ഓർഡർ വെച്ചിട്ട് അത് മാച്ച് ചെയ്യുമ്പോഴാണ് അവരുടെ ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി അവർക്ക് ഫില്ല് ചെയ്തിട്ട് ബൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു റിവിഷൻ പോലെ ആണ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്തിരുന്നു. എങ്കിൽ പോലും നമ്മളൊരു റിവിഷൻ പോലെയാണ് ഇതിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി, അല്ലേ? നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ഓർഡേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമുക്ക് അവർക്ക് ബൈ ചെയ്യണം എന്ന് വിചാരിക്കുക, അല്ലേ? സോ ഈക്വൽ എമൗണ്ട് ഓഫ് സെല്ലേഴ്സ് ടു ബി പ്രസൻറ്റ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ, എങ്കിലല്ലേ നമുക്ക് ആ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് ഓർഡേഴ്സ് നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് സ്മാർട്ട് മണിയെ സംബന്ധിച്ച് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആഗ്രഹം, അല്ലെങ്കിൽ അതാണ് പ്ലാൻ എന്ന് വിചാരിക്കുക. സോ അവരപ്പോൾ എന്താണ് ചെയ്യുന്നത്? ദേ വിൽ ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ്, അല്ലേ? ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ വിൽ പുഷ് ദ പ്രൈസ് ഇൻ സർട്ടൺ ഡയറക്ഷൻ, അല്ലേ? ഒരു സൈഡിലേക്ക് പ്രൈസ് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ അങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇറ്റ് ഈസ് ടു ട്രിക്ക് ഓൾ ദ പീപ്പിൾ ഇൻ ടു ഹാവിങ് എ വൺ ഡയറക്ഷണൽ വ്യൂ, അല്ലേ? അപ്പം ഇങ്ങനെ പ്രൈസ് ഒരു സൈഡിലേക്ക് തന്നെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദേ വിൽ ബി ട്രിക്കിംഗ് ഓൾ ദ പീപ്പിൾ ടു ഹാവ് എ വൺ ഡയറക്ഷണൽ വ്യൂ, അല്ലേ? അതാണ് നമ്മൾ ഈ പാർട്ട് ഇതിൻ്റെ സ്കീമാറ്റിക് ലിക്വിഡിറ്റിയുടെ കാര്യത്തിൻ്റെ പാർട്ട് 2-ൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ പാർട്ട് 2-ൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അതിൽ മനസ്സിലാക്കിയിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ പീസ് ഓഫ് സ്കീമാറ്റിക്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു സിമ്പിൾ പീസ് ഓഫ് സ്കീമാറ്റിക് കാണുമ്പോൾ ആ ഒരു സ്കീമാറ്റിക്കിൽ റീറ്റെയിലേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി. ഒരു സൈഡിലേക്ക് ഇപ്പോൾ സപ്പോസ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇമ്മീഡിയറ്റ്ലി റീറ്റെയിലേഴ്സ് എല്ലാം ബുള്ളിഷ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. സോ വെൻ ദ പ്രൈസ് ഇങ്ങനെ നമുക്കൊരു പാറ്റേണിക് മൂവ്മെൻറ്റിൽ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റിൽ പ്രൈസ് ഇങ്ങനെ ഒരു റിതമാറ്റിക് ഫോമിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? ദിസ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസിൽ സോ നമ്മളുടെ ഓർഡേഴ്സ് നമ്മൾ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസിൽ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ഡിഫറെൻറ്റ് ലെവൽസിലും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ വെൻ ദ പ്രൈസ് ഈസ് മൂവിങ് ഇൻ സച്ച് എ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബയാസ് അതിനനുസരിച്ച് നമ്മളും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ പാറ്റേണിക് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ സ്റ്റോപ്പ് ലോസസ്, നമ്മളുടെ എൻട്രീസ്, അല്ലേ? നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഇറ്റ് വിൽ ബി വേരിയിങ് ഡിപ്പെൻഡ് ഓൺ ദ സ്കീമാറ്റിക്സ്, അല്ലേ? അപ്പോൾ ഈ ഒരു സ്കീമാറ്റിക് ഫോം ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു നമ്മളുടെ ഓർഡർ പ്ലേസ്മെൻറ്റ് മെക്കാനിസം മാറിക്കൊണ്ടിരിക്കും. ബട്ട് ഓൺലി തിങ് ഈസ് ദാറ്റ് അങ്ങനെ പ്രൈസ് താഴേക്ക് വരുമ്പോൾ സോ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ദേ വാണ്ട് ദെയർ ഓർഡേഴ്സ് ടു ബി ഫിൽഡ്, അല്ലേ? അപ്പം ഈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് സോ ദേ വിൽ ബി മൂവിങ് ദ മാർക്കറ്റ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പം അതിൻ്റെ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി വെൻ ദ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ നമ്മളുടെ ഓർഡേഴ്സ് ഏതർ ഇറ്റ് ഈസ് എൻട്രീസ്, ഏതർ ഇറ്റ് ഈസ് സ്റ്റോപ്പ് ലോസ്, ഏതർ ഇറ്റ് ഈസ് ടാർഗറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് ഗോട്ട് ട്രിഗേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അത് മാർക്കറ്റിൽ ട്രിഗർ ചെയ്ത് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് നമ്മളുടെ ഓർഡേഴ്സും കൂടെ പുഷ് ചെയ്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് എന്നാണ് പറഞ്ഞത്. സോ ബേസിക്കലി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്പിറസി തിയറി എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് വൈ ഇറ്റ് വർക്ക്സ്? ഈ പ്രൈസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. സോ നമ്മളെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതല്ല ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം.
സോ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അല്ലേ, നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത്? സോ യു നീഡ് ടു ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് ത്രൂ ദ ലെൻസ് ഓഫ് എ സ്മാർട്ട് മണി എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലേ? അപ്പം അവരുടെ കണ്ണുകളിൽ കൂടെ, അല്ലെങ്കിൽ അവരുടെ ലെൻസ് എങ്ങനെയാണ് നമ്മളതിനെ കണ്ട് നോക്കേണ്ടത് എന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ, സ്മാർട്ട് മണിയുടെ ആ കണ്ണുകളിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്, അല്ലേ? മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ് ഇതിനകത്തുനിന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് വൺ തിങ് ഈസ് സർട്ടൻ, സ്മാർട്ട് മണി കാണ്ട് ഹൈഡ് ദെയർ ഇൻറ്റൻഷൻ, അല്ലേ? അവരുടെ ഇൻറ്റൻഷൻ ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവരുടെ ഫുട് പ്രിൻറ്റ്, അവരുടെ ഇൻറ്റൻഷണൽ ഫുട് പ്രിൻറ്റ് ഇറ്റ് വിൽ ബി ദെയർ ഇൻ ദ മാർക്കറ്റ്. ബിക്കോസ് ദേ ഹാവ് ലാർജ് ഫണ്ട്. ബിക്കോസ് ആ ഫണ്ട് വെച്ച് മാർക്കറ്റിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദ പ്രൈസ് ഗോസ്, അല്ലേ? പ്രൈസ് ഇവഞ്ച്വലി പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അഗ്രസീവ്ലി പ്രൈസ് ഈസ് മൂവിങ്, അല്ലേ? ഈ പ്രൈസ് അഗ്രസീവ്ലി മൂവ് ചെയ്യുമ്പോൾ യു നോ ദാറ്റ് ദെയർ ഇൻറ്റൻഷൻ ഈസ് ദിസ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഈ പ്രൈസ് ഒരു ട്രെൻഡിങ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? യു ക്യാൻ സീ സ്വിംഗ് ലോസ് ക്രിയേറ്റഡ്, അല്ലേ? അല്ലെങ്കിൽ സ്വിംഗ് ലോസ് ഫോംഡ്, സ്വിംഗ് ഹൈസ് ഫോം ചെയ്യുന്നു, ഹയർ ഹൈസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ നോക്കുമ്പം ഇറ്റ് ഈസ് അൺഡിനയബിൾ ദാറ്റ് ദ മാർക്കറ്റ് ഈസ് ബുള്ളിഷ്, അല്ലേ? മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് തന്നെ നമുക്ക് അൺഡിനയബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദ പ്രൈസ് ഈസ് ഹെഡിങ് അപ്സൈഡ് ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് എന്ന് നമ്മൾ ഈ 2 ഡയമെൻഷണൽ വേയിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ചാർട്ട് ഫോർമേഷൻ ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ നമ്മളുടെ ഡയറക്ഷണൽ ബയാസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡയറക്ഷണൽ ബയാസ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്, അല്ലേ? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ വേണ്ടിയിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്താണ്? സോ യു ഷുഡ് ഹാവ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് യു ഷുഡ് ഹാവ് എ ഡയറക്ഷണൽ ബയാസ്, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കണം വെദർ ഇറ്റ് ഈസ് ബുള്ളിഷ്, ഇറ്റ് ഈസ് എ ബുള്ളിഷ് ഡയറക്ഷണൽ ബയാസ് ഓർ എ ബെയറിഷ് ഡയറക്ഷണൽ ബയാസ്, അല്ലേ? എന്ന് നമ്മൾ മാർക്കറ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇഫ് ഇറ്റ് ഈസ് ബുള്ളിഷ് ഡയറക്ഷണൽ ബയാസ് വി വിൽ ബി ലുക്കിംഗ് ഫോർ ലോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി ലുക്കിംഗ് ഫോർ ബൈ ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് എ ബെയറിഷ് ഡയറക്ഷണൽ ബയാസ് വി വിൽ ബി ലുക്കിംഗ് ഫോർ ഷോർട്ട്, അല്ലേ? ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ എന്താണോ ഡയറക്ഷണൽ ബയാസ് അതിനെ അനുസരിച്ചായിരിക്കണം നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എല്ലാം ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ വെൻ ദ പ്രൈസ് ഈസ് ട്രേഡിങ് ഹിയർ, അല്ലേ? ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദീസ് ആർ കോൾഡ് ഇൻറ്റേർണൽ ഡീലിംഗ് റേഞ്ചസ് എന്ന് പറയുന്നത്. നമ്മളൊരു റേഞ്ച് നോക്കുവാണെങ്കിൽ പ്രൈസ് ഈസ് ട്രേഡിങ് ഇൻസൈഡ് എ പർട്ടിക്കുലർ റേഞ്ച്, അല്ലേ? ഈ ഒരു ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ. അപ്പം ഇതിൻ്റെ ഈ ഇൻറ്റേർണലി ആണ് ഇതിപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ നോക്കിക്കാണുന്നത് എന്താണ്? പ്രൈസ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും ലിക്വിഡിറ്റി പൂൾസ് ആർ ബീങ് ക്രിയേറ്റഡ്, അല്ലേ? ലിക്വിഡിറ്റി പൂൾസ് ആർ ബീങ് ക്രിയേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ 1 ടൈം 2 ടൈം 3 ടൈം ലിക്വിഡിറ്റി പൂൾസ് ആർ ക്രിയേറ്റഡ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാച്ചുറലി നമ്മുടെ സ്റ്റോപ്പ് ലോസസ് എല്ലാം നമ്മളിവിടെ ഇതിന് താഴെ നമ്മൾ പ്ലേസ് ചെയ്യപ്പെടാൻ തുടങ്ങും. ന്യൂ സെറ്റ് ഓഫ് ബയേഴ്സ് ഇവിടെ വരും, ന്യൂ സെറ്റ് ഓഫ് സെല്ലേഴ്സ് ഇവിടെ വരും. അപ്പം ഇവരുടെ എല്ലാവരുടെയും ഓർഡേഴ്സ് എല്ലാം ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോസ് ആൻഡ് ഹൈസിലായിരിക്കും പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോ ഇവിടെ എല്ലാം ലാർജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ട് ഇരിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ വെൻ ദ പ്രൈസ് ഈസ് ട്രേഡിംഗ് ബിലോ ദിസ്, അല്ലേ? വെൻ ദ പ്രൈസ് ഈസ് ട്രേഡിംഗ് ബിലോ ദിസ് ലെവൽ വാട്ട് ഹാപ്പൻസ്? ഓൾ ദ ലിക്വിഡിറ്റി ഗോട്ട് ട്രിഗർഡ്. അപ്പോൾ ഇവിടെയുള്ള ഓർഡേഴ്സ് മുഴുവൻ ട്രിഗർ ചെയ്തു. സോ ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫുട് പ്രിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഈസ് ഹെഡിങ് അപ്സൈഡ്. ഇതുകൊണ്ടാണ് പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? സോ ഇതായിരുന്നു നമ്മളുടെ ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലെ ലെഗ്സിൽ നമ്മൾ കണ്ടുവച്ചിരുന്ന കാര്യം. ലിക്വിഡിറ്റിയുടെ ഇതിൽ ബുള്ളിഷ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ടു എ ലെവൽ 2 ടൈംസ്, ദെൻ ഇറ്റ് ഈസ് ട്രേഡിങ് ഇൻസൈഡ് ദ റേഞ്ച് ബട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ലിക്വിഡിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പം ഒറിജിനൽ മൂവ് എവിടെയായിരുന്നോ ആ മൂവിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എവറിബഡി ഗെറ്റ്സ് ഇതിനെപ്പറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഓർ ദ റിതം എന്ന് പറയുന്നത് നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോയി എന്നാണ് അന്നേരം നമ്മളുടെ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കാതെ നോക്കുമ്പോൾ ചെയ്യുന്നത്.
അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും അതൊരു ബെയറിഷ് സ്ട്രക്ചർ ആണല്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് ടേക്കിംഗ് ഔട്ട് ദ ലോസ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക മാർക്കറ്റ്. അപ്പോൾ നമ്മളത് നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആത്യന്തികമായിട്ട് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇവിടെ നമ്മൾ മറന്നു പോകുന്നത്? യു സീ ദ മൊമെൻറ്റം ഹാപ്പനിങ് ഹിയർ, അല്ലേ? യു സീ ദ മൊമെൻറ്റം. ഇവിടെ മൊമെൻറ്റത്തിൽ ഈ ഒരു സ്കിമാറ്റിക് കാണുമ്പോൾ നമ്മൾ എന്താണ് ഇവിടുത്തെ സ്കിമാറ്റിക്കിൽ നമ്മൾ എന്താണ് ഇവിടെ കാണുന്നത്? ഇവിടെ ഈ ഒരു സ്കീമാറ്റിക്കിൽ നമ്മളിവിടെ കാണുന്നത് ദിസ് ഈസ് എ എക്സ്ട്രീംലി ബുള്ളിഷ് അഗ്രസീവ് ബൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സോ വെൻ ദ പ്രൈസ് ഇവിടെ അഗ്രസീവ് ബൈയിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലായി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്പറേഷണൽ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബുള്ളിഷ്, അല്ലേ? ബുള്ളിഷ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് 2 times 3 times വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഈസ് കമ്മിങ് ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ റേഞ്ചസ് വെയർ there will be lot of orders created by the retailers, അല്ലേ? അപ്പോൾ ഇങ്ങനെ ലോട്ട് ഓഫ് ഓർഡേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പ്രൈസ് വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ഇറ്റ് ഡൗൺ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ലിക്വിഡിറ്റി ക്രിയേഷൻ ഓർ ആക്റ്റീവ് ലിക്വിഡിറ്റി പാർട്ടിസിപ്പേഷൻ എൻട്രീസ്, സ്റ്റോപ്പ് ലോസസ്, ടാർഗറ്റ് ഓർഡേഴ്സ് ആർ ബീങ് കെപ്റ്റ് അണ്ടർ ദിസ് ലെവൽ എന്ന് നമ്മൾ അന്നേരം മനസ്സിലാക്കിക്കോണം. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ ഈ മൂവ്മെൻറ്റ്, ഈ ബുള്ളിഷ് ലെഗ് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. Maybe the price will once again price may pull back up to this level. ഇവിടം വരെയും പ്രൈസ് പുൾ ബാക്ക് ചെയ്തെന്നിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഹൗ എത്ര ഓർഡേഴ്സ് ഇവിടുത്തെ എത്രമാത്രം ഓർഡേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിനെ ബേസിസിലാണ് ഈ ഓർഡേഴ്സിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ലിക്വിഡിറ്റി ഇങ്ങനെ ഗ്രാബ് ചെയ്യുമ്പോൾ സോ ലെറ്റ് ഇറ്റ് ക്ലിയർ ഔട്ട് ദ ലിക്വിഡിറ്റി, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വെൻ ഇറ്റ് ഈസ് ക്ലിയറിങ് ഔട്ട് ദ ലിക്വിഡിറ്റി യു ക്യാൻ ഗെറ്റ് ഇൻ ടു, അല്ലേ? ഇവിടെ നമുക്കറിയാൻ പറ്റും ഈ ഒരു ബുള്ളിഷ് അഗ്രസീവ് മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കണം, ഈ മാർക്കറ്റ് സ്ട്രക്ചറിനെ പ്രോപ്പറായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ബുള്ളിഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് എൻട്രി വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം, ഇവിടുന്ന് എൻട്രി എടുക്കാം, ഇവിടുന്ന് എൻട്രി എടുക്കാം, എവിടെ വേണമെങ്കിലും എൻട്രി എടുക്കാം. അപ്പോൾ എൻട്രി എടുക്കുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ ടാർഗറ്റ് ഈസ് വെരി സ്മോൾ. അങ്ങനെ വേണം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുമ്പോൾ 1% ടാർഗറ്റിന് വേണ്ടിയിട്ട് യു ക്യാൻ പ്ലേസ് യുവർ ഓർഡർ, ബൈ ആൻഡ് സെൽ ഓർഡർ മാത്രം പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഓർഡർ മേ ബി ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാൻ പറ്റും. സോ ലിക്വിഡിറ്റി ക്ലിയറിംഗ് ആണെന്ന് കാണുന്ന ആ മോമെൻറ്റിൽ തന്നെ യു ക്യാൻ പ്ലേസ് ദ ഓർഡേഴ്സ്. അപ്പോൾ നമുക്ക് യു വിൽ ബി ഗെറ്റിംഗ് അറ്റ് എ ചീപ്പർ റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ എൻട്രി എന്ന് പറയുന്നത് നമ്മളിത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ നോക്കിയിരിക്കുമ്പോഴാണ് എൻട്രി സെനാരിയോസ് നമ്മളവിടെ കറക്റ്റായിട്ട് നമുക്ക് ഈ ബാക്ക് ടെസ്റ്റ് ചെയ്തതായിരിക്കണം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. അത് ലൈവ് മാർക്കറ്റിൽ കൂടെ മാത്രമേ നമുക്കത് ക്യാപ്ചർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ലിക്വിഡിറ്റി പോയിന്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം വെൻ ഇറ്റ് ഈസ് ക്ലിയറിംഗ് ഔട്ട് ദ ലിക്വിഡിറ്റി, വെൻ ദ സ്ട്രക്ചർ ഈസ് ഷോയിങ് എ ബുള്ളിഷ് സ്ട്രക്ചർ. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്പറേഷണൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് മേ ബി ഇറ്റ് ഈസ് പുള്ളിങ് ബാക്ക്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇൻറ്റേർണൽ സ്ട്രക്ചറിനകത്ത് 1 time 2 time 3 time ഇത് പുൾ ബാക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതിൻ്റെ കാര്യം? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇവിടെ നിന്ന് ഒരു സിംഗിൾ ലെഗിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് പുൾ ബാക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ മേല എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും, അല്ലേ? സോ ഇത് മാർക്കറ്റ് ഈസ് അലോവിങ് ഓൾ ദ റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ടു പാർട്ടിസിപ്പേറ്റ് വിത്തിൻ ദ സ്ട്രക്ചർ. മനസ്സിലായോ? അതുകൊണ്ടാണ് പ്രൈസ് ഓൺ എ ഈ ഇൻസൈഡ് ആക്ടിവിറ്റിക്കകത്ത് പ്രൈസ് സ്ലോലി ചിപ്പ് ചെയ്ത് പ്രൈസ് ഇങ്ങനെ സ്ലോലി ഒരു ഡീലിംഗ് റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ഈ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മളൊരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാർക്കറ്റിനെ നോക്കുമ്പോഴാണ് എന്താണ് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ, എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് ഇതിൻ്റെ റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട്, എവിടെയാണ് മാർക്കറ്റിൻ്റെ നമ്മളുടെ ട്രേഡിംഗ് റേഞ്ച് ഇപ്പോൾ എവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ട്രേഡിംഗ് റേഞ്ചിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ എൻട്രി ക്വാളിഫൈ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ലെക്ചേഴ്സ് ഇനിയും ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ട് 2ഉം പാർട്ട് 3യും ദിസ് ഇസ് ദ തേർഡ് ലെക്ചർ. ഓക്കെ, അപ്പോൾ പാർട്ട് 2ഉം പാർട്ട് 3യും ബേസിക് ഇൻഫർമേഷൻസ് കവർ ചെയ്തുകൊണ്ടിട്ടുള്ള ലെക്ചർ സീരീസുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേ ബി 1 or 2 പോയിൻറ്റ്സ് ഇതിനകത്ത് കോയിൻസൈഡ് ചെയ്തിട്ട് കയറി വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത്. ബിക്കോസ് നമുക്കത് ക്ലിയർ ഡയറക്ഷണൽ അനലൈസിസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാണ്ടേ എന്താണ് കാര്യം എന്നുള്ളത്.
അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ എം മേക്കിംഗ് നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇത് ലെങ്തി ആയി പോകുന്നതും. അതുപോലെ തന്നെ നമുക്ക് പതുക്കെ പഠിക്കാം, പതുക്കെ ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ധൃതിപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം കീപ്പ് ഓൺ വാച്ചിങ്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും അതുപോലെ തന്നെ കമൻസ് ഒന്നും എഴുതാതെയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെയാണ് അറിയുന്നത് നിങ്ങൾ ഇതിനകത്ത് റിയലി ഇൻട്രസ്റ്റഡ് ആണ്, പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽസ് വീണ്ടും കമൻസുകളെല്ലാം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ആഗ്രഹം, പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മാർക്കറ്റിനൊപ്പം പോകാനും നമുക്കൊരു കൺസിസ്റ്റൻറ്റ് ജേർണി നടത്തി മാർക്കറ്റിനൊപ്പം വിജയിക്കാനും നമുക്ക് പറ്റും. അങ്ങനെ പോകണമെങ്കിൽ കീപ്പ് ഓൺ റൈറ്റിംഗ് യുവർ കമൻറ്റ്സ്. ദാറ്റ് ഈസ് മൈ എൻ്റെ എനർജിയാണ് അത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ എനർജി കളയാതെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.